പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 20 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി അതിശയമായി ശ്രേഷ്ഠമായി നടത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ അത്ഭുതമായി പകൽക്കാലം നടത്തുന്നതിന് സ്തോത്രം. യഹോവ നിസ്സിയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. 117 സങ്കീർത്തനം പറഞ്ഞു, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലിയതാകുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. കരമുയർത്തി എന്ന് പറയാമോ? എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. അവൻ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. 2026 ഏപ്രിൽ മാസം 20 ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഇതൊരു സ്പെഷ്യൽ ഗ്രേസ്, ഹല്ലേലൂയ, സ്പെഷ്യൽ ഫേവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദിവസമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പകൽക്കാലം കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവിക പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് സഹായിക്കണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ ബന്ധനങ്ങളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ആമേൻ. തലയുടെ പിറകു ഭാഗത്തായി വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ തലയുടെ ബാക്ക് സൈഡിലുണ്ടായ വേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ, പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ. കണ്ണിൽ നിന്ന് എപ്പോഴും നിറഞ്ഞ് കണ്ണുനീര് വരുന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആർത്രൈറ്റിസുകളും ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ജോയിൻറ്റ് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്പിരിറ്റ് ഓഫ് ആർത്രൈറ്റിസിനെ ഞങ്ങൾ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, ദൈവകൃപ പ്രാപിക്കട്ടെ. അതുപോലെ കർത്താവെ, വ്യക്തിപരമായ മറ്റു പല ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ടല്ലോ ഇന്ന് പ്രഭാതത്തിൽ. കർത്താവരെ ആശ്വസിപ്പിക്കണം. അവരുടെ വിഷയങ്ങളിലൊക്കെയും കർത്താവിൻ്റെ വിടുതലുണ്ടാകണം. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവർ, ആമേൻ, ആമേൻ, ജോലിക്ക് വേണ്ടിയുള്ള യാത്ര, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ഡിലേ ആയിരിക്കുന്നവർ, യാത്രകൾ തടസ്സപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ത് കാരണത്താലാണോ യാത്രകൾ തടയപ്പെട്ടിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ യാത്രകൾക്കുള്ള വഴി ഓപ്പൺ ആകട്ടെ. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് ക്ലിയർ ആകട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ പാതകൾ നിരപ്പാകട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം നമുക്ക് 9:30 നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മന്ത് ഓഫ് ടെസ്റ്റിമണിയുടെ ആമേൻ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ വരികയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായ ടെസ്റ്റിമണികൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് ആമേൻ സഭയെ അറിയിക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഓഡിയോ ക്ലിപ്പുകൾ അയക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ പ്രഭാതത്തിൽ
നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനമെന്ന് പറയുന്നത് സങ്കീർത്തനം 30:5. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് സങ്കീർത്തനം 30:5. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഇതിനകത്ത് ചില ആത്മീകമായ രീതികളെ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ഒന്ന്, കർത്താവിൻ്റെ കോപം ക്ഷണം നേരത്തേക്കുള്ളൂ. ആമേൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് നമ്മളോട് കരുണ തോന്നുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം എന്നോട് കോപിച്ചിരിക്കുക എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരരുത്. കാരണം ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ച് പറയുന്നു, അത് ക്ഷണം നേരത്തേക്കേ ഉള്ളൂ. കാരണം അപ്പന് മക്കളോട് തോന്നുന്ന കോപം പോലെ, അപ്പന് മക്കളോട് തോന്നുന്ന ആമേൻ അപ്പൻ മക്കളോട് എങ്ങനെ ഇടപെടുന്നു അതുപോലെ നമ്മുടെ പിതാവ് നമ്മളോട് ഇടപെടുന്നത്. യേശു തൻ്റെ 3.5 വർഷത്തെ പരസ്യശുശ്രൂഷയുടെ സമയത്തൊക്കെയും തൻ്റെ പിതാവിനെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുവാനാണ് പറഞ്ഞത്. അല്ലാതെ ആമേൻ. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ പിതാവിന് നമ്മളോടുള്ള ആമേൻ ആ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹം അപ്പൻ്റെ സ്നേഹമാണ്. അപ്പോൾ കോപം എത്ര നേരത്തേക്കുള്ളൂ? ക്ഷണം നേരത്തേക്കുള്ളൂ. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ഒരു അപ്പന് മക്കളോട് എത്ര സ്നേഹമുള്ളത്! ആമേൻ. ജീവപര്യന്തം സ്നേഹമോ. ഇതുപോലെ സർവശക്തനായ ദൈവം നമ്മുടെ പിതാവ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നമ്മുടെ പിതാവ്. ആ പിതാവിന് നമ്മളോടുള്ള സ്നേഹം ജീവപര്യന്തമാണ്. ഇങ്ങോട്ട് നോക്കിയാൽ നിത്യസ്നേഹമാണ്. സ്നേഹം കുറഞ്ഞു പോകത്തില്ല. അവൻ നമുക്ക് ചിലപ്പോൾ സ്നേഹം കുറഞ്ഞു പോകാം, മാനുഷികമായ സ്നേഹങ്ങൾ കുറഞ്ഞു പോകാം. മാനുഷികമായ സ്നേഹങ്ങളെല്ലാം തന്നെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ അവൻ സാഹചര്യങ്ങളെ ഡിപ്പെൻഡഡ് അല്ല. ആമേൻ. നമ്മളോടുള്ള സ്നേഹം നിത്യമായ സ്നേഹമാണ്. അതിനായിട്ട് സ്തോത്രം ചെയ്യും. അടുത്തിവിടെ പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. അപ്പോൾ ഇവിടെ ഈ സന്ധ്യ എന്ന് പറയുന്നത് എന്താണ്? സന്ധ്യ എന്ന് പറയുന്നത് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളെയാണ്. അതായത് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. ആമേൻ. പക്ഷേ ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് പറയുക, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. അപ്പോൾ സന്ധ്യ എന്ന് പറഞ്ഞാൽ കരച്ചിലിൻ്റെ സമയം, അല്ലെങ്കിൽ വേദനയുടെ സമയം, വിഷമങ്ങളുടെ സമയം. അത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. പിടിച്ചു നിൽക്കണം. നമുക്കൊരു ബോധ്യമുണ്ടാണ്, ഇത് ഒത്തിരി നേരത്തേക്കിനുള്ളതല്ല. അല്ലെങ്കിൽ ഈ സന്ധ്യാസമയം അല്ലെങ്കിൽ രാത്രി സമയം എന്ന് പറയുന്നത് ആമേൻ ഇതിനൊക്കെ ഒരു പ്രഭാതം വരുന്നുണ്ട്. ഇതൊരു താൽക്കാലികമായ സമയമാണ്. ഇതിനകത്ത് എനിക്ക് താൽക്കാലികമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഇതിനൊരു വിരാമമുണ്ട്. ഇതെന്നേക്കുമുള്ളതല്ല എന്ന് നമുക്കൊരു ബോധ്യം വേണം. എന്നിട്ട് നമ്മൾ ആ സമയത്ത് അവിടെ ഇരിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയണം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ആ ഡിലേ വന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതിരിക്കുന്ന സമയം, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സമയം, പ്രശ്നങ്ങൾ വന്നു നിൽക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ തളർന്നു പോകരുത്. അവിടെ നിന്നുകൊണ്ട് പറയണം, കർത്താവേ എനിക്കറിയാം ഇത് താൽക്കാലികമാണ്. കർത്താവേ എനിക്കറിയാം ഇത് താൽക്കാലികമാണ്. ഇതിനകത്ത് എനിക്കൊരു ജയമുണ്ട്. ഇത് താൽക്കാലികമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും താൽക്കാലികമാണ്. എന്നാൽ ഉഷസ് എന്ന് പറയുന്നതൊന്നുണ്ട്. രാത്രിയുണ്ടോ നിനക്ക് പ്രഭാതമുണ്ട്, പ്രഭാതമുണ്ട്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ വെള്ളിയാഴ്ച കർത്താവ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഞായറാഴ്ച ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതുപോലെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർത്താൽ ഉഷസ്സിൽ എന്തുണ്ടാകും? ആനന്ദഘോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് നിങ്ങൾ സന്ധ്യയുടെ അനുഭവത്തിലൂടെയോ രാത്രിയുടെ അനുഭവത്തിലൂടെയോ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ ധൈര്യമായിട്ടിരിക്കുക. ഒരു പ്രഭാതം നിങ്ങൾക്കായി വരുന്നു. ഒരു സമയത്ത് കഷ്ടതയുടെയും തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലുകളുടെയും കാരാഗ്രഹത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിലൂടെ നമ്മുടെ ജോസഫ് എന്ന് പറയുന്ന ദൈവപുരുഷൻ കടന്നു പോകുവാൻ ഇടവന്നു. എന്നാൽ അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട്, താൽക്കാലികമായ ഈ വിഷയങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ഉഷസ് വന്നതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ താൽക്കാലികമായ വിഷയങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, വേദനകളിലൂടെ, രാത്രിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവപൈതലേ ധൈര്യമായി നിൽക്ക്. ഒരു പ്രഭാതം നിൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരു സന്തോഷത്തിൻ്റെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഹന്നായ്ക്ക് കരയാൻ ഒരു സീസൺ ഉണ്ടായിരുന്നു. എന്നാൽ ശൗമേൽ കയ്യിലേക്ക് വരുന്ന മറ്റൊരു സീസൺ, പുതിയൊരു സീസൺ വരിക. ഉഷസ് എന്ന് പറഞ്ഞാൽ ഒരു സീസണെ കാണിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളെ,
ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സീസൺ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കരച്ചിലിൻ്റെ സമയം കണ്ടുകൊണ്ട്, വേദനയുടെ സമയം കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. രാത്രി ആയിട്ടുണ്ടോ, നിശ്ചയമായിട്ടും സൂര്യൻ ഉദിച്ചിരിക്കും. ഒരു കർഷകൻ വിത്തിട്ടിട്ടുണ്ടോ, അത് കിളിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ റിസൾട്ട് വരുന്ന സമയം പോലെ ഈ രാത്രിയുടെ സമയങ്ങൾ, അല്ലെങ്കിൽ ഈ വേദനകളുടെ സമയങ്ങൾ, നിരാശകളുടെ സമയങ്ങൾ, ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ സമയങ്ങൾ, അയ്യോ എല്ലാവരും കൈവിട്ടല്ലോ എന്ന് പറയുന്ന അവസരങ്ങൾ, ആരും സഹായിക്കാനില്ലല്ലോ എന്ന് പറയുന്ന അവസരങ്ങൾ കണ്ട് ഭയപ്പെടരുത്. അവിടെ നിന്ന് ദൈവത്തെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകളെ പറയുക, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മുൻപോട്ട് തന്നെ പോവുക, പറയുക ഇത് താൽക്കാലികമാണ്, ഇത് താൽക്കാലികമാണ്. ഒന്നുകൂടെ പറയുക, ഇത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഈ രാത്രിയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സീസൺ ഓഫ് നൈറ്റ്, ഞാൻ ഇതിനകത്ത് തളർന്നു പോകത്തില്ല. ഞാൻ മുൻപോട്ട് തന്നെ പോകും. എൻ്റെ സന്തോഷത്തിൻ്റെ സമയം വരുന്നു, എൻ്റെ സമൃദ്ധിയുടെ സമയം വരുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാ രാത്രിയുടെ അനുഭവങ്ങൾ കഴിയാറായി. എനിക്കൊരു ഉഷസ്സിൻ്റെ സമയത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഞാൻ വിശ്വാസത്താൽ ഇന്ന് പ്രഭാതത്തിൽ 2026 ഏപ്രിൽ മാസം 20 വിശ്വാസത്താൽ ഞാൻ പുതിയ സീസണിലേക്ക് കാലുവെക്കുകയാണ്. ഞാൻ വിശ്വാസത്താൽ പുതിയ സീസണിലേക്ക് കാലുവെക്കുകയാണ്. നിങ്ങൾ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിങ്ങളുടെ വലത്തുകാൽ മുൻപോട്ട് വെച്ചിട്ട് പറ, 2026 ഏപ്രിൽ മാസം 20 ഞാൻ പുതിയ സീസണിലേക്ക് കാലുവെക്കുകയാണ്. ഞാൻ പുതിയ സീസണിലേക്ക് കാലുവെക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ താൽക്കാലികമാണ്. നിങ്ങൾക്കായി ഒരു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ദിവസം വരുന്നു. വിശ്വാസത്താൽ കാലെടുത്ത് വെച്ചു കൊള്ളുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കണ്ണി നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.